ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പം ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്ക് എങ്ങനെ ഒരു മികച്ച ആംഗ്ലർ ആകാം എന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. മികച്ചൊരു ആംഗ്ലർ ആകാനായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും 3 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ആ 3 നിയമങ്ങൾ, ആ 3 തത്വങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മികച്ച ഒരു ആംഗ്ലർ ആകാം. ഞാൻ പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, ഞാൻ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്, എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത്. ഫസ്റ്റ് റൂള്, നമ്മൾ ബ്ലെസ്സിങ് നേടുക. എല്ലാ ആളുകളുടെയും ബ്ലെസ്സിങ്സ് നേടുക, അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, നമ്മൾക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത്, പേഷ്യൻസ് ഉണ്ടായിരിക്കും. ഇനി ഓരോ കാര്യങ്ങളെ ഞാൻ വിശദീകരിച്ച് തരാം എങ്ങനെയാണ്. ബ്ലെസ്സിങ്സ് ഉണ്ടാക്കണം. നമ്മൾ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാകണം. എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് നമ്മൾക്ക് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല സക്സസ്ഫുള്ളായിട്ട് മീനെ പിടിക്കാനൊക്കെ പറ്റും. ബ്ലെസ്സിങ്സ് നമ്മൾ എവിടെ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത്? നമ്മൾ ചൂണ്ടിടാൻ പോകുമ്പോൾ നമുക്ക് അതിനുള്ള ടാക്കിൾസൊക്കെ വേണമല്ലോ. അപ്പോൾ അവിടെ മുതലാണ് നമുക്ക് ബ്ലെസ്സിങ്സ് വേണ്ടത്. നമ്മൾ എവിടെ നിന്നാണ് ഈ ടാക്കിൾസൊക്കെ സംഘടിപ്പിക്കുന്നത്, അവരുടെയൊക്കെ നമുക്ക് ബ്ലെസ്സിങ്സ് നമ്മൾക്ക് കിട്ടണം. അപ്പോൾ ആ തരത്തിലായിരിക്കണം നമ്മൾ അവരോടൊക്കെ പെരുമാറേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലൈവ് ബൈറ്റ് ഫിഷിംഗ് നമ്മൾ ഞാൻ പ്രധാനമായിട്ട് ഇന്ന് ലൈവ് ബൈറ്റ് ഫിഷിംഗാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലൈവ് ബൈറ്റ് വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ 3-4 സ്ഥലത്ത് പോയിട്ട് നമ്മൾ ലൈവ് ബൈറ്റ് വാങ്ങിക്കാറുണ്ട് കേട്ടോ. പക്ഷേ മിക്കപ്പോഴും ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തന്നെയാണ് വാങ്ങിക്കുന്നത്. അവിടെ ഇല്ലെങ്കിൽ മാത്രം വേറെ അടുത്തേക്ക് പോകാറുള്ളൂ. അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ ഈ അടുത്തൊന്നും വന്നിട്ടില്ല, കിട്ടാതെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ലൈവ് ബൈറ്റ് വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ എത്ര ഷോർട്ടേജ് ഉണ്ടെങ്കിലും സംഗതി ഈ ചെമ്മീനാണ് നമ്മൾ ലൈവ് ബൈറ്റായിട്ട് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ചൂടൻ ചെമ്മീൻ അവിടെ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ആർക്ക് കൊടുത്തില്ലെങ്കിലും ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്കതൊരു ചെമ്മീൻ തരും, അത് ഉറപ്പാണ്. കാര്യം നമ്മൾ ഡീൽ ചെയ്യുന്നത് അങ്ങനെയാണ്, എല്ലാവരോടും വളരെ സൗഹാർദ്ദപരമായിട്ട് പെരുമാറിയിട്ടാണ് നമ്മൾ ചെമ്മുമായിട്ട്. അപ്പോൾ ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ തന്നെ എനിക്ക് അവർ തരും. പിന്നെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ട് തരുന്നത് ഭയങ്കര സന്തോഷമായിട്ട് അത് തരുകയുള്ളൂ, ഉറപ്പാണ്. കാര്യം എന്താണെന്നറിയാമോ? ചെമ്മീൻ വാങ്ങിച്ച് അവർ മാർക്കറ്റിൽ കൊണ്ട് വിറ്റ് ഒക്കെയാണ് അവർ വരുമാനം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് അവരുടെയും വരുമാനം, അവരുടെ ജോലി ആണ്. അപ്പോൾ അവർക്കതിൽ നിന്നുള്ള ലാഭമാണ് അവരുടെ നേട്ടം. അപ്പം നമ്മൾ ചെമ്മീൻ വാങ്ങിക്കാണ്ട് ചെല്ലുമ്പോൾ എനിക്ക് ആവശ്യമുള്ള കുറച്ച് ചെമ്മീൻ ഞാൻ എടുത്ത് കഴിഞ്ഞിട്ടില്ല അവരോട് വില ചോദിക്കാറില്ല. ഞാനൊരു വില അങ്ങോട്ട് കൊടുക്കുക. കാര്യം നമുക്കൊരു ധാരണയുണ്ട് എത്ര രൂപയ്ക്കാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ. അതിൽ ഇപ്പോൾ ഒരു കാക്കിലും ചെമ്മീൻ എടുത്തു കഴിഞ്ഞാലും ഞാൻ 100 രൂപ കൊടുക്കും. കാര്യം അവിടെ 300 രൂപയൊക്കെ വലിയ വില, 300 രൂപയ്ക്കൊക്കെയാണ് അവിടെ ആളുകൾ സാധാരണ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ഞാൻ കൂടുതൽ കാശ് കൊടുക്കും. ഇപ്പം നമ്മൾ ഒരു ചെമ്മീൻ കുറച്ച് വാങ്ങിക്കുമ്പോൾ അവർ നോക്കിയിട്ട് ഇത്ര രൂപ എന്ന് പറയും. അവർ തൂക്കം നോക്കിയിട്ട് ഇത്ര രൂപ താന്ന് നമ്മളോട് പറയും. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഞാൻ ഒരു 10 രൂപയോ 20 രൂപയോ അവർക്ക് കൂടുതലായിട്ട് കൊടുക്കും. അപ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ, അവരുടെ മുഖത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, അപ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. അങ്ങനെയാണ് നമ്മൾ അവരുടെ ബ്ലെസ്സിങ് വാങ്ങിക്കുന്നത്. നമ്മൾ കാശ് കൊടുത്ത് ബൈറ്റ് വാങ്ങിക്കും, അവരുടെ ബ്ലെസ്സിങ്ങും കൂടിയാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ വേണം നമ്മൾ ഇത് വാങ്ങിക്കാനായിട്ട്. അവരോട് ഒരിക്കലും നമ്മൾ ബാർഗെയിൻ ചെയ്യരുത്. അവരൊരു വില പറഞ്ഞാൽ, അവരൊരു 100 രൂപ സാധനം നമ്മളെടുക്കുന്ന ചെമ്മിന് വില പറഞ്ഞാൽ അത് കൂടുതലാണല്ലോ ചേട്ടാ, അത് കുറച്ച് ചേട്ടാ, അത്ര അങ്ങനെയുള്ള ഒരു സംസാരമേ അവിടെ വരാൻ പാടില്ല. അവർ 100 രൂപ പറഞ്ഞാൽ ഒരു 110 രൂപ നിങ്ങൾ കൊടുത്ത് നോക്കും. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ വ്യത്യാസം, അവരുടെ സന്തോഷം. അവർ നമ്മളോട് പറയും, നിങ്ങൾ പോയി നല്ല ചെമ്പല്ലിയൊക്കെ പിടിച്ച് ധാരാളം ചെമ്പല്ലിയൊക്കെ കിട്ടിട്ടെന്ന് അവർ പറയുകയും ചെയ്യും മിക്കവാറും. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ അവരുടെ ബ്ലെസ്സിങ് വാങ്ങിക്കാനായിട്ട്. നമ്മളൊരിക്കലും ബാർഗൻ ചെയ്ത് സാധനം വാങ്ങിക്കരുത്. അവരൊരു 100 രൂപ പറഞ്ഞാൽ 120 രൂപ 110 രൂപ നമ്മൾ കൊടുക്കുക. നമ്മളൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കാശ് അവർക്ക് കൊടുത്ത് വാങ്ങിക്കുക. കാര്യം നമ്മൾ ചൂണ്ടിടാൻ പോകുന്നതാണ്. അവരുടെ ബ്ലെസ്സിങ്സ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ചൂണ്ടിയിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവരോട് ബാർഗൻ ചെയ്ത് അവരുടെ മനസ്സ് ഒരു മുഷിപ്പിച്ചിട്ട് നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് പോയാൽ അവർ നമ്മുടെ ബ്ലെസ്സിങ്ങിന് വരെ എന്തായിരിക്കും ചെയ്യുന്നത്? അവർ നമ്മളോട് പറയും ഇവരിപ്പോൾ ഒരു മീനും കിട്ടാറുണ്ട് എന്നായിരിക്കും അവർ മനസ്സിൽ പറയുന്നത്. നമ്മളോട് പറയില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ നമുക്കൊരു ബ്ലെസ്സിങ് അവർ തരില്ല. അപ്പോൾ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക. അവരുടെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിരിക്കണം നിങ്ങളുടെ നിന്നുണ്ടാവുന്നത്. രണ്ടാമത് നമ്മൾ ബ്ലെസ്സിങ്സ് നോക്കി എവിടെ നിന്നാണ് കിട്ടുന്നത്?
പിന്നെ നമുക്ക് ബ്ലെസ്സിങ്സ് കിട്ടുന്നത് നമ്മളുടെ നമ്മളൊപ്പം ചൂണ്ടയിടുന്ന ആളുകളിൽ നിന്ന് തന്നെ നമുക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാക്കണം. നമ്മളുടെ കൂട്ടുകാരെ അല്ല ഉദ്ദേശിച്ചത്, നമ്മൾ കൂട്ടുകാരല്ലാത്ത പല ആൾക്കാരും നമ്മളെ ചൂണ്ടിടാൻ പോകുന്ന സ്ഥലത്തൊക്കെ ചൂണ്ടിടുന്നുണ്ടാവും. അവരുടെ ഇന്നും നമ്മൾ ബ്ലെസ്സിങ്സ് നേടണം. അതെങ്ങനെ നേടുന്നതായിരിക്കുമല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത്. ഒറ്റക്കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മളുടെ ഞാൻ ചൂണ്ടിടുന്നത് മറ്റുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. അയാൾ ചൂണ്ടിടുന്ന ഒരു ഏരിയയിൽ അയാൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ നമ്മൾ ഒരിക്കലും ചൂണ്ടിടരുത്. ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ ബ്ലെസ്സിങ്സും കിട്ടും. ചിലവരുണ്ടല്ലോ, ഞാൻ പറഞ്ഞുതരാം, ചിലവർ നമ്മൾ ചൂണ്ടിടാൻ പോകുമ്പോഴേക്കും പല കാണും മീൻ പിടിക്കുന്ന പലരെയും കാണും. അപ്പോൾ അയാൾ മീൻ പിടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അവിടെ ചൂണ്ടിടാൻ വന്ന് അവിടെയാണ് മീൻ നിൽക്കുന്നതെന്ന് കരുതി അയാൾ ചൂണ്ടിടുന്നതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. കാര്യം മീൻ എല്ലായിടത്തും ഉണ്ട്, അത് തീർച്ചയാണ്. അത് നമ്മളത് ട്രൈ ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും മീൻ കിട്ടാത്തടത്ത് ഒരു സമയത്ത് അവിടെ മീൻ കിട്ടാത്ത ഒരു ഏരിയയിലൊക്കെ ഞാൻ പോയി നിന്ന് മീൻ പിടിച്ചിട്ടുണ്ട്. രണ്ടാമത് ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു വിഷൻ ഉണ്ടായിരിക്കണം. മീൻ എല്ലാ സ്ഥലത്തും കിട്ടും. ഇന്ന സ്ഥലത്തുനിന്ന് മാത്രം മീൻ നിൽക്കുന്ന ഒരു പ്രത്യേകത ഒരിടത്തും ഇല്ല. നമ്മൾ ചൂണ്ടിടാനായിട്ട് ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ എവിടെയാണ് ചൂണ്ടിടാൻ പോകുന്നത്, അപ്പോൾ ആ സ്ഥലത്തിനെ കുറിച്ച് നമുക്കൊരു ധാരണ തന്നെ വേണം പോകാനായിട്ട്. അവിടെ എന്തൊക്കെ മീനായിരിക്കും കിട്ടുന്നത്, അങ്ങനെയുള്ള ഒരു ഏകദേശം ഒരു ധാരണ നമുക്ക് ഉണ്ടാവും, ഒരു വിഷൻ ഉണ്ടാകണം. ആ വിഷൻ അനുസരിച്ചപ്പോൾ അതിന് നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് വേണം, എന്തൊക്കെ ടാക്കിൾസ്, എന്തൊക്കെ ബൈറ്റ് വേണം, അപ്പോൾ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് വേണം ചൂണ്ടിടാനായിട്ട് പോകാൻ. അപ്പോൾ ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചൂണ്ടിടാൻ പോകരുത്. അപ്പോൾ ചിലയിടത്ത് ലൈവ് ബൈറ്റിലായിരിക്കും മീൻ കിട്ടുന്നത്, ചിലയിടത്ത് ലൂറിലായിരിക്കും, ഷാഡിലായിരിക്കും. അപ്പോൾ ആ വ്യത്യാസമൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് കിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ടായിരിക്കണം അത് ഓരോ സ്ഥലത്തെ പ്രത്യേകത മനസ്സിലാക്കണം. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അവിടുത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ പലരുടേതായിട്ട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ആ സ്ഥലത്തേക്ക് ചൂണ്ടിടാൻ പോകാൻ. അപ്പം അങ്ങനെ ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലുക, ചൂണ്ടിടുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാകാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ മനസ്സിലാകാതെ വെറുതെ അവിടെ പോയി നിന്നിട്ട് കാര്യമില്ല. നമ്മളവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. വെള്ളത്തിൻ്റെ പ്രത്യേകത, മീനടിക്കുന്നതിൻ്റെ സമയം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വെറുതെ ബ്ലൈൻഡായിട്ട് നിന്ന് ഒരിടത്ത് നിന്നും ചൂണ്ടിടരുത്. നമുക്ക് കിട്ടാവുന്ന ഇൻഫർമേഷൻസ് എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കളക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ചൂണ്ടിടുന്ന പറഞ്ഞാൽ ഈ തന്ത്രങ്ങൾ ഒരിക്കലും ഇത്ര ഇതുകൊണ്ട് തീരുന്നൊന്നുമില്ല. ഇങ്ങനെ പുതിയ ഐഡിയാസൊക്കെ നിങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ ചൂണ്ടിടാൻ പോകുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്. ചിലത് വിജയിക്കുന്നുണ്ട്, ചിലത് ഫെയിലാകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പല കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമുക്ക് ചൂണ്ടിടാൻ പോകുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചൂണ്ടിടാൻ പോകുമ്പോൾ നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം. ആ വിഷനോട് നിന്നിട്ട് വേണം ചൂണ്ടിടാനായിട്ട്. നമ്മൾ ചില ആളുകൾ ചെയ്യാറുണ്ട്, ചൂണ്ടിടാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർ അവരവരുടെ കാര്യം മാത്രം ചൂണ്ടിടുന്ന കാര്യങ്ങളല്ല ശ്രദ്ധിക്കണം. വേറെ അവരും മറ്റുള്ള ആരെങ്കിലും മീൻ പിടിക്കണ്ടേ ആ മീൻ പിടിക്കണമെന്ന് നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കും. അല്ലാണ്ട് അയാൾ പക്ഷേ നോക്കിയിരിക്കുമ്പോൾ എന്താ പറയുക, അയാൾ എങ്ങനെയാണ് ചൂണ്ടിടുന്നുണ്ട്, അയാൾ ഏതൊക്കെ തരത്തിലാണ് ചൂണ്ടിടുന്നത്, എന്തിനെയാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയൊന്നും പഠിക്കാൻ ശ്രമിക്കില്ല. വെറുതെ ഇങ്ങനെ മീൻ പിടിക്കണ്ടേന്ന് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. അന്ന് നമ്മളുടെ ഇതിലേക്ക് ചൂണ്ടിടുന്ന ആ കാര്യങ്ങളിലേക്ക് അത് കൺവേർട്ട് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതൊന്നും പാടില്ല. നമ്മൾ നല്ലൊരു വിഷയങ്ങളോട് തന്നെ ചൂണ്ടിടാൻ പോവുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. മൂന്നാമത്തെ കാര്യം പേഷ്യൻസ്, നല്ല ക്ഷമ. നമുക്ക് ഏറ്റവും അധികം ക്ഷമ വേണ്ട ഒരു കാര്യമാണ് ഈ ചൂണ്ടിടൽ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ക്ഷമയോടെ നിങ്ങൾ ചൂണ്ടിടുക. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മീൻ കിട്ടണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത്. ചില സമയത്ത് കിട്ടും. ചെല്ലുമ്പോൾ നമ്മൾ ചൂണ്ടിടുന്ന ഫസ്റ്റ് ഇതിൽ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മീൻ കിട്ടും. പക്ഷെ അതെപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ക്ഷമയോടെ ചൂണ്ടിട്ട് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ചിലയിടത്ത് കൊത്തില്ലാത്ത സ്ഥലങ്ങളുണ്ടാവും. അവിടെ ചെന്ന് നമുക്ക് മീൻ പിടിക്കാൻ പറ്റും. പക്ഷെ അന്ന് നമ്മൾ ഫസ്റ്റ് ഡേ കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് ഡേയും പോവുക. ചിലപ്പോൾ സെക്കൻഡ് ഡേയും കിട്ടിയില്ലെന്ന് വരും. പക്ഷേ മൂന്നാം ദിവസം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മീൻ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ക്ഷമയോടെ ചൂണ്ടിട്ട് കഴിഞ്ഞാൽ എവിടെ നിന്ന് ചൂണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് മീൻ കിട്ടും. ഇപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ മറ്റുള്ളവരൊക്കെ മീൻ പിടിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന തരത്തിലേക്കൊന്നും പോകണ്ട. നമ്മളവിടെ ചൂണ്ടിടുന്ന കാര്യങ്ങളിൽ മാത്രം
ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒരു സ്ഥലത്ത് ഇടുകയാണെങ്കിൽ ആ സ്ഥലത്ത് മീൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ സ്ഥലം മാറാണ്ട് ഇടുന്ന റേഞ്ച് മാറ്റി കൊടുക്കുക. ദൂരം കൊടുക്കാം, ദൂരം കുറക്കാം, ആഴത്തിലേക്ക് ചൂണ്ടിടാം, വെള്ളത്തിൻ്റെ ഉപരിതലത്തിലേക്ക് ചൂണ്ടിടാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, ടെസ്റ്റ് ചെയ്യുക. കാര്യം ചില സമയത്ത് വെള്ളത്തിൻ്റെ അടിത്തട്ടിലായിരിക്കും മീൻ ആക്ടിവിറ്റി ഉള്ളത്, ചില സമയത്ത് ഉപരിതലത്തിലായിരിക്കും ആക്ടിവിറ്റി വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കും. അതാണ് പറഞ്ഞത്, നമ്മൾ ഈ സാഹചര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. വെറുതെ ബ്ലൈൻഡായിട്ട് പോയി അവിടെ നിന്ന് ചൂണ്ടിടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബ്ലൈൻഡായിട്ട് പോയിട്ട് നമ്മൾ ഒരിടത്ത് നിന്നും ചൂണ്ടിടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചില സമയത്ത് ടോപ്പ് വാട്ടറിലായിരിക്കും മീൻ അടിക്കുന്നത്, ടോപ്പ് വാട്ടറിലായിരിക്കും മീൻ ആക്ടിവിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ടോപ്പ് വാട്ടറിൽ ഇരയിട്ട് മീൻ പിടിക്കാൻ ശ്രമിക്കുക. ചില സമയത്ത് ഈ വെള്ളത്തിൻ്റെ അടിത്തട്ടിലായിരിക്കും മീൻ ആക്ടിവിറ്റി ഉള്ളത്. അപ്പം ആഴത്തിൽ നമ്മൾ വെയിറ്റൊക്കെ ഇട്ടിട്ട് ആഴത്തിൽ നിന്ന് മീൻ പിടിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ ഇടുന്ന ഒരു 50 മീറ്ററോ അല്ലെങ്കിൽ ഡിസ്റ്റൻസിലായിരിക്കും നമ്മൾ ഇടുന്നത്. അത് ചിലപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും മീൻ എവിടെ നിന്ന്. അപ്പം അത് മനസ്സിലാക്കി മീൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ചൂണ്ടിടാനായിട്ട്. ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ എന്നും നമുക്കൊരു പഠിക്കാനുള്ള, സ്റ്റഡി ചെയ്യാനുള്ള ഒരു മൈൻഡ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മീൻ പിടിക്കാൻ സാധിക്കും. നമ്മൾ വെറുതെ കണ്ണടച്ച് പോയിട്ട് നിന്ന് ഒരിക്കലും ഒരിടത്ത് നിന്നും ചൂണ്ടിടരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചൂണ്ടിടുന്നതിൽ നമ്മൾ ട്രൈ ചെയ്യേണ്ട ടാക്ടിക്സിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, സീ യു.